ബുദ്ധമതമില്ല എന്നാണ് ചരിത്ര പഠനങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ എന്തു തരം ബുദ്ധമതമാണ് എന്നുള്ള ഒരു ചർച്ചയാണ്, എന്ത് ജീവിയാണ് ബുദ്ധമതം എന്നുള്ള തരത്തിലാണ് വളരെ കൗതുകകരമായിട്ടുള്ള അന്വേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതത്തെക്കുറിച്ചുള്ളത്. അതിന് കാരണം കേരള ചരിത്രത്തെക്കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ കൊളോണിയൽ കാലത്ത് നടന്നിട്ടുള്ള പഠനങ്ങളുടെ തുടർച്ചയായിരുന്നു. ആൻഷ്യൻ്റ് ഹിസ്റ്ററി ആയാലും മെഡീവൽ ഹിസ്റ്ററി ആയാലും മോഡേൺ ഹിസ്റ്ററി ആയാലും ബ്രിട്ടീഷേഴ്സ് എന്താണോ ഇവിടെ നിരീക്ഷിച്ച് വെച്ചിട്ടുള്ളത്, റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ആ റെക്കോർഡിൻ്റെ തുടർച്ചയായിരുന്നു നമ്മളുടെ കേരള ചരിത്രം എല്ലാ കാലത്തും ഇപ്പോഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷേഴ്സിന് കൂടുതലായിട്ട് ബുദ്ധമതത്തെക്കുറിച്ചോ ജൈനമതത്തെക്കുറിച്ചോ വിവരണങ്ങൾ ബ്രിട്ടീഷേഴ്സിന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്ന കേരള ചരിത്ര രചനയിൽ കേരളത്തിൻ്റെ ബൗദ്ധ ജൈന പാരമ്പര്യം വേണ്ട രീതിയിൽ പഠിക്കപ്പെടാതെ പോയതിന് കാരണം. അപ്പോൾ വില്യം ലോഗൻ്റെ, നാഗമയ്യയുടെ, KV സുബ്രഹ്മണ്യ അയ്യരുടെയൊക്കെ ഈ കൊളോണിയൽ ഡോക്യുമെൻസിലെല്ലാം വളരെ ചുരുക്കം ചില വിവരണങ്ങളാണ് ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും നമുക്ക് കാണാൻ പറ്റുക. ഈഴവരുടെ ബൗദ്ധ പാരമ്പര്യം, ചേരമാൻ പെരുമാക്കന്മാരുടെ ബൗദ്ധ പാരമ്പര്യം, പിന്നെ വഞ്ചി കൊടുങ്ങല്ലൂർ ബൗദ്ധക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്, ചിതറാളുണ്ട്. ഇത്രയും വിവരണങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്നോഗ്രാഫിക് സർവേസിൽ, നമ്മളുടെ ലാൻഡ് സർവേസിൽ, റിപ്പോർട്ട്സുകളിൽ ഒന്നിലും നമുക്ക് ബുദ്ധമതത്തെ കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗോപിനാഥ റാവുവിൻ്റെ വർക്കാണ്. ഗോപിനാഥ റാവുവാണ് ഇപ്പോഴും ഗോപിനാഥ റാവുവിൻ്റെ കണ്ടെത്തലിൽ നിന്ന് വളരെയധികം ദൂരെയൊന്നും കേരളത്തിലെ ചരിത്ര പഠനങ്ങൾ, ബുദ്ധമതത്തെക്കുറിച്ചുള്ള ചരിത്ര നിരീക്ഷണങ്ങൾ വളർന്നിട്ടില്ല. ഗോപിനാഥ റാവുവാണ് ശ്രീമൂലവാസത്തെക്കുറിച്ചുള്ള റെഫറൻസ് കണ്ടുപിടിക്കുന്നത്, പാലിയം കോപ്പർ പ്ലേറ്റിനെ വിവരിക്കുന്നത്, തിരുവിതാംകൂറിൽ നിന്നുള്ള ബൗദ്ധ വിഗ്രഹങ്ങൾ പരിശോധിക്കുന്നത്, അങ്ങനെയുള്ള നിരീക്ഷണങ്ങളെല്ലാം പാലിയം കോപ്പർ പ്ലേറ്റ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ നിരീക്ഷണത്തിൽ വിട്ടുള്ള ഒരു ചരിത്ര പ്രമാണങ്ങളിൽ വേറെ രേഖകളൊന്നുമില്ല എന്നാണ് നിലവിലെ ചരിത്രകാരന്മാരുടെ വാദം. അപ്പോൾ അതിൻ്റെ കാരണം ബ്രിട്ടീഷേഴ്സ് പാലിച്ച നിശബ്ദത പിൽക്കാലത്ത് വന്ന ചരിത്രകാരന്മാർ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ നിശബ്ദതയ്ക്ക് ചില കാരണങ്ങളുണ്ടായിരുന്നു. അത് ഇവിടേക്ക് വന്നിട്ടുള്ള ആര്യനൈസേഷൻ, അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ ബന്ധുവായിട്ടുള്ള ശുദ്ധരക്തം വഹിക്കുന്ന ആര്യന്മാരുടെ ഒരു ഇൻ്റലക്ച്വൽ സപ്പോർട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ആര്യന്മാരുണ്ട് എന്നും അവരാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ എന്നൊക്കെയുള്ള വാദമാണ്. ഇതാണ് ആര്യൻ ഇൻവേഷൻ തിയറി ആയിട്ട്, ആര്യൻ മൈഗ്രേഷൻ തിയറി ആയിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ ബ്രിട്ടീഷേഴ്സിനുള്ള ആര്യബ്രാഹ്മണരെ സപ്പോർട്ട് ചെയ്യാനുള്ള, ആര്യമതത്തെ സ്ഥാപിക്കാനുള്ള, ശൈവ വൈഷ്ണവ മതത്തെ സ്ഥാപിക്കാനുള്ള വൈദിക പുരാണ ഇതിഹാസ ശാസ്ത്ര സ്മൃതി ട്രഡീഷൻസ് ആണല്ലോ ആര്യബ്രാഹ്മണരുടേത്. ആ മതത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള തന്ത്രത്തിലാണ് ഇവിടുത്തെ വൈവിധ്യപൂർണമായിട്ടുള്ള സംസ്കാരത്തെ വേണ്ട രീതിയിൽ രേഖപ്പെടുത്താതെ പോയിട്ടുള്ളത്. ഇത്